ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചന കേസിൽ യൂട്യൂബറും ലോറി ഉടമയുമായ മനാഫിനെ ഇന്നും ചോദ്യം ചെയ്യും. ഇന്നലെ അർദ്ധരാത്രി വരെ മനാഫിനെ ചോദ്യം ചെയ്തിരുന്നു. വെളിപ്പെടുത്തലിന് പിന്നിൽ കേരള ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ചോദ്യം ചെയ്യൽ. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ്, ചോദ്യം ചെയ്യൽ തുടരുകയാണല്ലേ? അനുജ, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ രാവിലെ ഏതാണ്ട് ഒരു 12 മണിയോടുകൂടിയാണ് മനാഫ് ബൽത്തങ്ങാടിയിലെ SIT ഓഫീസിലെത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന് ഇന്നലെ അർദ്ധരാത്രി വരെ ചോദ്യം ചെയ്തു. മനാഫും ഒപ്പം തന്നെ ഈ ധർമ്മസ്ഥലയിലെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ, യൂട്യൂബറായിട്ടുള്ള മറ്റൊരാൾ എന്നിവരെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ SIT സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനാഫിനെ ഇന്നലെ രാത്രി വരെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ ഏതാണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുമുണ്ട്. അതിനുശേഷം ഇന്ന് കൂടി മനാഫിനെ ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതല്ല, ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് എങ്കിൽ ചിലപ്പോൾ ചോദ്യം ചെയ്യൽ ഒരു ദിവസം കൂടി കടന്നേക്കാം. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് SIT സംഘം മനാഫിനോട് തേടുന്നത്. ഒന്ന്, ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. ഈ കോടതിയിൽ സമർപ്പിച്ച തലയോട്ടി, അത് മനാഫ് പല വീഡിയോകളിലും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിലാണ് അത് കുഴിച്ചെടുത്തതെന്ന്. അതിനു പിന്നാലെയാണ് ഈ തലയോട്ടി സംബന്ധിച്ചിട്ടുള്ള മറ്റ് ചില ഗൂഢാലോചനകളൊക്കെയും പുറത്തു വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം ഈ കേരളത്തിലെ ഈ ഒരു ഗൂഢാലോചനയുമായി അല്ലെങ്കിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, കേരളത്തിലെ ഏതെങ്കിലും നേതാക്കൾക്ക് ബന്ധമുണ്ടോ, ഏതെങ്കിലും സംഘടനകൾക്ക് ബന്ധമുണ്ടോ, എങ്ങനെയാണ് കേരളത്തിലേക്ക് ഈ വിഷയം എത്തുന്നത്, ആരൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ മനാഫിനോട് ചോദിച്ചിരിക്കുന്നു. പ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഇതുമായി ബന്ധപ്പെട്ട് മനാഫിന്റെ ചോദ്യം ചെയ്യലിലൂടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു വലിയ വിഭാഗം ഇത് കേരളത്തിൽ നടന്ന ഗൂഢാലോചനയാണ് എന്ന് ആദ്യം മുതൽ തന്നെ ആരോപിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ പല പല കഥകളുമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എന്തായാലും മനാഫിനെ ഇന്നുകൂടി ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. അനുജ, ധർമ്മസ്ഥല വിവാദത്തിലാണ് മലയാളി ബ്ലോഗർ മനാഫിനെ ചോദ്യം ചെയ്യുന്നത്. അത് തുടരുകയാണ്. ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു, ഇന്നും ചോദ്യം ചെയ്യലുണ്ടോ എന്നതാണ് മുഹമ്മദ് റഹീസ് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.